ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കർക്കിടക മരുന്നുണ്ടയാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ശരീരബലം കൂട്ടുവാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് കർക്കിടക മരുന്നുണ്ട. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളും അതിനനുസരിച്ചിട്ട് വളരെ നമുക്ക് ഗുണം ചെയ്യുന്നവ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് നവര അരിയാണ്. നവര അരി പ്രമേഹത്തിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഒന്നാണ് ഉലുവ. ഉലുവയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ പീരീഡ്സ് ടൈമിലൊക്കെ ഉലുവ ഇട്ട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെയിൻ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ആശാളിയാണ്. ആശാളിയും വളരെ നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ആശാളി. അതുപോലെ തന്നെ എള്ള്, ജീരകം എന്നിവയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഈ ഒരു നവര അരിയിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഉലുവ ചേർത്ത് അതും വറുത്തെടുക്കുക. അതിന് ശേഷം ആശാളി, ജീരകം, എള്ള് എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ പലവിധ മഴക്കാല രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പണ്ടുള്ളവർ കഴിച്ചിരുന്ന ഒന്നാണ് മരുന്നുണ്ട. അപ്പോൾ ഇപ്പോഴും നമ്മളിത് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ പലവിധ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പലതരം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണത്തിനും അസ്വസ്ഥതകൾക്കും എല്ലാം ഈ ഒരു മരുന്നുണ്ട കഴിക്കുന്നത് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇത് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീരകവും എള്ളും എല്ലാം ചേർത്ത് നമ്മളിത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഉലുവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും. പക്ഷേ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു കർക്കിടക മരുന്നുണ്ട. അപ്പോൾ ഈ ഒരു കർക്കിടക മരുന്നുണ്ട ദിവസവും രാവിലെയോ വൈകിട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരബലം കൂടുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സന്ധിവേദനയ്ക്കും പ്രമേഹവും എല്ലാം കൺട്രോൾ ആവുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം ഈ ഒരു ഉലുവ ചേർത്തുള്ള ഈ ഒരു കർക്കിടക മരുന്നുണ്ടയും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ശ്യാം ഇത് കഴിച്ചപ്പോൾ ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ഉലുവ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു കയ്പ്പ് കിട്ടുന്നത്. പക്ഷെ ശർക്കരയും കൂടി വരുമ്പോൾ ആ ഒരു കയ്പ്പ് കുറച്ചൊക്കെ ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ പോലും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.